ഹലോ എവ്രി വൺ, പ്രൊപ്പോയ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റുമായിട്ടാണ്. എന്താണ് അനൗൺസ്മെന്റ് എന്നല്ലേ? ഈ ടൈറ്റിൽ കാണുന്നത് തന്നെയാണ് ഈ അനൗൺസ്മെന്റ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരു മോഡൽ എക്സാം കം സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്താൻ പ്രൊപ്പോയ്സ് ടീം തീരുമാനിച്ചിരിക്കുകയാണ്. പ്രൊപ്പോയ്സിന്റെ ഒരു വളരെ നല്ല ഇനീഷ്യേറ്റീവ് ആണിത്. ഇതെന്താണെന്ന് അറിയുന്നതിന് മുമ്പത്തെ വീഡിയോസിൽ നിന്ന് CUCET എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി CUCET പറ്റി ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം CUCET സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്, ഇതിലൂടെയാണ് ഇന്ത്യയിലെ 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻസ് നടക്കുക. അതായത് ഈ 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ UG കോഴ്സുകൾ, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ, പ്ലസ് ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചേരാൻ പോകുന്ന നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ, എസ്പെഷ്യലി അതായത് എഞ്ചിനീയറിംഗോ മെഡിസിനോ CA അങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലാതെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെട്ടവരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ് CUCET. അപ്പൊ ഈ CUCETയിൽ 100 ചോദ്യങ്ങൾ 120 മിനിറ്റിൽ, അതായത് 2 hours 100 questions, ഇതായിരിക്കും ഫോർമാറ്റ്. പിന്നെ ഇതിനോടൊപ്പം നിങ്ങളുടെ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വിഷയത്തിലുള്ള എബിലിറ്റി ആയിരിക്കില്ല, പകരം ഓവറോൾ നിങ്ങളുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ഇവരെ ടെസ്റ്റ് ചെയ്യുക. 2022 തൊട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ CUCET വഴിയായിരിക്കും അവരുടെ അഡ്മിഷൻസ് നടത്തുക. പോരാത്തതിന് 13 സ്കെഡ്യൂൾഡ് ലാംഗ്വേജസ്, അതായത് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 13ഓളം ലാംഗ്വേജസിൽ CUCET വട്ടം നടത്തും. CUCET ഒരു മൾട്ടിപ്പിൾ ചോയ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ്. സോ ഇതൊക്കെയാണ് CUCETയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. CUCET മോഡൽ എക്സാം കം സ്കോളർഷിപ്പ് ടെസ്റ്റ്. അപ്പോൾ മോഡൽ എക്സാമിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം എന്തിനാണ് ഈ മോഡൽ എക്സാം എന്ന് പറയാം. നിങ്ങളുടെ CUCET എക്സാം വൈകാതെ നോട്ടിഫിക്കേഷൻ വന്നില്ല പറഞ്ഞ് നിൽക്കുകയാണ്. സോ ഈ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 മാസത്തിന്റെ ഗ്യാപ്പിലാണ് നിങ്ങൾ പോയി എക്സാം എഴുതേണ്ടത്. സോ അന്ന് അതായത് അവിടെ പോയി ഒട്ടനെ ഇരുന്ന് അങ്ങോട്ട് എഴുതുന്നതിന് പകരം മുമ്പേ നിങ്ങൾക്ക് ആ എക്സാമിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലതല്ലേ? അതായത് ഇപ്പോൾ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് 100 മാർക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും, അത് എഞ്ചിനീയറിംഗോ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യര് അല്ലെ കുട്ടികൾ, അവരാരെങ്കിലും എൻട്രൻസ് കോച്ചിങ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടോ? സോ അവർക്ക് ആ കാര്യങ്ങൾ അറിയാട്ടല്ല, അവർക്ക് ഒരിക്കലും ഈ എക്സാം പാറ്റേണുമായിട്ട് അവരൊന്ന് പൊരുത്തപ്പെട്ടു പോകണം. കാരണം അല്ലാതെ ഈ എക്സാം ടാക്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെയിം കാര്യമാണ് CUCETയുടെ അവസ്ഥയിൽ ഇപ്പം. കാരണം ഈ എക്സാമിനോട് നിങ്ങൾ യൂസ് ടു ആവുന്ന അനുസരിച്ച്, ഈ എക്സാം പാറ്റേൺ നിങ്ങൾ അറിയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ എളുപ്പമാവും. അപ്പം ആ എക്സാമിനോട് യൂസ് ടു ആവുന്ന പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പ്രൊപ്പോയ്സ് ഈ CUCET മോഡൽ എക്സാം നടത്തുന്നത്. അപ്പൊ ഇതാണ് മോഡൽ എക്സാം നടത്തുന്നതിന് വലിയ കാര്യം. ഇനിയിപ്പം മെയിൻ ഇതിന്റെ ആകർഷണത്തിലേക്ക് വരാം. സ്കോളർഷിപ്പ്. എന്താണ് ഈ സ്കോളർഷിപ്പ്? സോ പ്ലസ് ടു പഠിക്കുന്ന സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ എക്സാം അപ്പിയർ ചെയ്യാവുന്നതാണ്. സോ ഈ എക്സാമിന്റെ ഡ്യൂറേഷനും സെയിം മോഡലിലായിരിക്കും. CUCETക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് അതേ പാറ്റേണിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. 100 ചോദ്യം 120 മിനിറ്റ്, 2 hours 100 questions, സെയിം ഫോർമാറ്റിലായിരിക്കും ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ പേപ്പർ. അപ്പൊ ഈ മോഡൽ എക്സാം പാസ്സാവുന്ന, അല്ലെ മോഡൽ എക്സാം പാസ്സാവുമല്ല, മോഡൽ എക്സാമിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊപ്പോയ്സിന്റെ കംപ്ലീറ്റ് സ്കോളർഷിപ്പ് കിട്ടും. ഫുൾ സ്കോളർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ CUCET പ്രിപ്പറേഷൻസ് ഫുൾ പ്രൊപ്പോയ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്തു തരും. പക്ഷെ ടോപ്പ് സ്കോറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ആൾക്കാർ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ളവർക്ക് അതനുസരിച്ചുള്ള പ്രൊപ്പോർഷനലി നിങ്ങളുടെ ഫീസിലും നല്ല റിഡക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതിന് എങ്ങനെ അപ്പിയർ ചെയ്യാന്നുള്ളതിനെ പറ്റി, അപ്പൊ ഈ എക്സാമിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്ന് നിങ്ങൾക്ക് ഈ എക്സാമിലേക്ക് പോവാം. എക്സാം ആദ്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരിക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആദ്യം നിങ്ങൾക്ക് വരിക എക്സാം അല്ല, ആദ്യം വരിക ഒരു രജിസ്ട്രേഷൻ ഫോം ആണ്. അതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ കൊണ്ടുപോകുന്ന ഇൻസ്ട്രക്ഷൻസിലേക്കാണ്. എല്ലാ ഇൻസ്ട്രക്ഷൻസും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതി തുടങ്ങാം. കറക്റ്റ് 2 hours കഴിയുമ്പോൾ നിങ്ങളുടെ എക്സാം തീരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മോഡൽ എക്സാം ആണ്, പ്രാക്ടീസ് എക്സാം അല്ല. സോ ഒരൊറ്റ വട്ടേ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം പുറത്തോട്ട് ഇറങ്ങുക. അപ്പൊ പറഞ്ഞു വന്നത്, ഈ എക്സാം എഴുതിയ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നിങ്ങൾക്ക് ഈ എക്സാം പാറ്റേണുമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. കാരണം ഇതുവരെ എൻട്രൻസ് എഴുതാത്ത ടീംസ് ഒക്കെ ഉണ്ടാവും. കാരണം അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻട്രൻസിനെ വഴിയുള്ളൂ. സോ അവർക്ക് ഈ പാറ്റേണിനെ പറ്റി ഒരു ധാരണ കിട്ടും. അതുപോലെ തന്നെ യോഗ ഉണ്ടെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പും കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പിറകെ കാണുന്ന ഒരു ഇന്റർഫേസിലേക്കാണ് എത്തുക. ഇതാണ് നിങ്ങൾ കാണുക, വെൽക്കം ടു പ്രൊപ്പോയ്സ്. ആ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ആ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുപോകും. ഇൻസ്ട്രക്ഷൻസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ടിക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങളെ എക്സാമിലേക്ക് കൊണ്ടുപോയിക്കോളൂ അവർ. 2 hours ആണ് എക്സാം. 2 hours എക്സാം കഴിയുമ്പോൾ താനെ ക്ലോസും ആവും. സോ CUCETയെ പറ്റി, അതുപോലെ തന്നെ ഈ CUCET മോഡൽ എക്സാം കം സ്കോളർഷിപ്പ് ടെസ്റ്റിനെ പറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ടീം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി ഈ വീഡിയോ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ പാരന്റ്സ് ആണ് കാണുന്നെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. സോ മാക്സിമം പാർട്ടിസിപ്പേഷൻ വരുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റും. സോ നിങ്ങൾ അതിന് ശ്രമിക്കുക. പ്യുവർ സയൻസസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് കോഴ്സുകൾ തുടർന്ന് പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. സോ ഇത് മിസ് ഔട്ട് ആവാതിരിക്കാൻ എല്ലാവരും കൂടി ഒന്ന് മാക്സിമം
മാക്സിമം പഠിക്കുന്ന കുട്ടികളിലേക്ക് ഇത് എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സോ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും പരമാവധി അറിയുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മാക്സിമം സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ മാത്രമല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ അറിയുമെങ്കിൽ അവരിലേക്ക് എന്തായാലും എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം CUCET മോഡൽ എക്സാം എല്ലാം മനസ്സിലാക്കി ഇനി ഞാൻ നിങ്ങളുടെ സമയം അധികം കളയുന്നില്ല. എത്രയും പെട്ടെന്ന് പോയി എക്സാം അറ്റൻഡ് ചെയ്തോളൂ. പ്രപ്പോയ്സിന്റെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വൈകാതെ വരും. അതുവരേക്കും പീസ് ഔട്ട്.